بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ അംബിയായിലെ 59 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം 59 മുതൽ 63 വരെയുള്ള വചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ മൻ ഫഅല ഹാദാ ബിആലിഹതിനാ ഇന്നഹു ലമിനൽ ളാലിമീൻ. ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹീം. قالوا فأتوا به على أعين الناس لعلهم يشهدون. قالوا أأنت فعلت هذا بآلهتنا يا إبراهيم؟ قال بل فعله كبيرهم هذا فاسألوهم إن അവർ പറഞ്ഞു, നമ്മുടെ ആരാധ്യന്മാരെ കൊണ്ട് ഇത് ചെയ്തവൻ ആരാണ്? നിശ്ചയമായും അവൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെ. അവരിൽ ചിലർ പറഞ്ഞു, ഒരു യുവാവ് അവരെപ്പറ്റി ആക്ഷേപിച്ച് പറയുന്നത് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഇബ്രാഹിം എന്നാണ് അവന് പേര് പറയപ്പെടുന്നത്. അവർ പറഞ്ഞു, എന്നാൽ അവനെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ കൊണ്ടുവരുവീൻ, അവർ സാക്ഷ്യം വഹിച്ചേക്കാം. അവർ ചോദിച്ചു, നീയാണോ നമ്മുടെ ആരാധ്യന്മാരെ കൊണ്ട് ഇത് ചെയ്തത് ഇബ്രാഹീമേ? അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇത് അവരിലുള്ള ഈ വലിയവൻ ചെയ്തതാണ്. അവർ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു കൊള്ളുവീൻ. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ വിഗ്രഹങ്ങളെ തച്ചുടച്ച ശേഷം അത് കാണുവാനിടയായ ആ അവിശ്വാസികൾ, അവർക്കുണ്ടായ വ്യസനവും കോപവും പറയേണ്ടതില്ല. അവരതിനെക്കുറിച്ച് അന്വേഷണമായി ആരാണിത് ചെയ്തത് എന്നതിനെക്കുറിച്ച്. ആരോ അഭിപ്രായപ്പെട്ടു, ഇബ്രാഹിം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വിക്രിയായിരിക്കും ഇത്. അദ്ദേഹം വിഗ്രഹാരാധനയെയും വിഗ്രഹങ്ങളെയും കുറിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുന്നത് അവർ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ വിഗ്രഹങ്ങളോട് ഞാനൊരു തന്ത്രം പ്രയോഗിക്കുമെന്ന് അദ്ദേഹം നേരത്തെ ശപഥം ചെയ്തിരുന്നുവല്ലോ. അങ്ങനെ അവർ അദ്ദേഹത്തെ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹം കൊടുത്ത മറുപടി ശകലം ബുദ്ധിയെങ്കിലും ഉള്ളവരെ ചിന്തിപ്പിക്കുവാനും വിരൽ കടിപ്പിക്കുവാനും തക്കതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതാ ആ വലിയ വിഗ്രഹം, അയാളതാ മുഴുവനായി നിൽക്കുന്നു, അയാൾ ചെയ്തതായിരിക്കണം ഇത്. ഇവരൊക്കെ നിങ്ങളുടെ ആരാധ്യന്മാരാണല്ലോ. ഇവർക്ക് അറിയുവാനും പറയുവാനും സാധിക്കുമെങ്കിൽ ഇവർ പറയട്ടെ, ഇവരോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കുവീൻ എന്ന്. അദ്ദേഹത്തിൻ്റെ ആ മറുപടി യഥാർത്ഥത്തിൽ അവർക്ക് അത്ഭുതമുണ്ടാക്കുക മാത്രമല്ല, അവരുടെ ബുദ്ധിയെ അത് ചലിപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അവരിൽ എന്തുമുണ്ടായി എന്ന് അള്ളാഹു അടുത്ത വചനങ്ങളിൽ പറയുന്നുണ്ട്. 64, 65 വചനങ്ങൾ നാം കേൾക്കുക. فَرَجَعُوا إِلَى أَنفُسِهِمْ فَقَالُوا إِنَّكُمْ أَنْتُمُ الظَّالِمُونَ ثُمَّ نُكِسُوا عَلَى رُؤُوسِهِمْ لَقَدْ عَلِمْتَ مَا هَؤُلَاءِ يَنطِقُونَ. അപ്പോൾ അവർ തങ്ങളുടെ മനസ്സുകളിലേക്ക് മടങ്ങി. എന്നിട്ടവർ തമ്മിൽ പറഞ്ഞു, നിശ്ചയമായും
നിങ്ങൾ തന്നെയാണ് അക്രമികൾ. പിന്നെ അവർ തല കുത്തനെ മറിഞ്ഞു, ലജ്ജിച്ച് തല താഴ്ത്തി. ഇവർ സംസാരിക്കുകയില്ലെന്ന് നിനക്കറിയാമല്ലോ എന്നായി അവർ. അതാണ് ഈ വചനങ്ങളുടെ സാരം. സ്വന്തം ദേഹങ്ങളിൽ നേരിടുന്ന ആപത്ത് പോലും തടുക്കുവാനോ മനസ്സിലാക്കുവാനോ പറഞ്ഞറിയിക്കുവാനോ കഴിയാത്ത ആ നിർജീവ വസ്തുക്കളെ ദൈവങ്ങളാക്കി വെക്കുന്നത് കടുത്ത വിഡ്ഢിത്തമാണെന്ന് അപ്പോൾ അവരുടെ മനസ്സാക്ഷി അവരോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ന്യായത്തിൻ്റെ അജയ്യ ശക്തിക്ക് മുമ്പിൽ അവർ തൽക്കാലമെങ്കിലും ലജ്ജിച്ച് തലകുനിച്ചു. പക്ഷേ താമസിയാതെ അവർ ഭാവം മാറ്റി സംസാരിക്കുവാൻ തുടങ്ങി. ഇവക്ക് സംസാരിക്കുവാൻ കഴിവില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് അവയോട് ചോദിച്ചു നോക്കുവാൻ പറയുന്നത് എന്നായി പിന്നീട് അവർ. ആ അവസരം അദ്ദേഹം ശരിക്കും ഉപയോഗപ്പെടുത്തി അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അടുത്ത വചനങ്ങളിൽ. ആ വചനങ്ങൾ നമുക്ക് കേൾക്കാം. 66, 67 വചനങ്ങൾ കേൾക്കുക. قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم أف لكم ولما تعبدون من دون الله أفلا تعقلون. അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് യാതൊരു ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ ചെയ്യാത്തതിനെ നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങളും ആരാധിക്കുന്ന വസ്തുക്കളും ലജ്ജാവഹം, നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. ഇവയെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിച്ചതിൽ നിങ്ങളോടും അവയോടും എനിക്കുള്ള അറപ്പും വെറുപ്പും ഞാനിതാ തുറന്ന് പ്രഖ്യാപിക്കുന്നു. അല്പമെങ്കിലും ബുദ്ധി കൊടുത്ത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എന്നാണ് ഇതിലൂടെ ഇബ്രാഹിം നബി അവരോട് ചോദിച്ചത്. അനുകരണം മതാടിസ്ഥാനമാക്കിയ അവർ അതിന് തയ്യാറാവുക എളുപ്പമല്ല. അവർ കയ്യൂക്കും അക്രമവും തന്നെ നടത്തുവാൻ തീരുമാനിച്ചു. എന്ത് കടുങ്കൈ പ്രയോഗിച്ചും തങ്ങളുടെ വിഗ്രഹങ്ങളെ രക്ഷിക്കണമെന്ന് അവരുടെ ദുരഭിമാനം അവരോട് ശാസിച്ചു. എന്നിട്ട് അവരെന്തു ചെയ്തു എന്ന് അള്ളാഹു അടുത്ത വചനങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഏതായാലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകദൈവ വിശ്വാസത്തിനു വേണ്ടിയും അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിക്കണമെന്ന സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടിയും സഹിച്ച ത്യാഗവും അതോടൊപ്പം അദ്ദേഹം പ്രബോധനത്തിൽ സ്വീകരിച്ച തന്ത്രങ്ങളുമൊക്കെയാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് യഥാർത്ഥ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.